നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിന് നമ്മുടെ ഡേറ്റ് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇവിടെ ശംഖുമുഖത്ത് വെച്ചിട്ടൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. നമുക്കിത് യൂട്യൂബിൽ അനൗൺസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഭയങ്കര കളക്ഷൻസ് അല്ലായിരുന്നു, ലിമിറ്റഡ് കളക്ഷൻസ് വെച്ചിട്ടായിരുന്നു നമ്മളത് ചെയ്തത്. കാരണം നമ്മൾ ഫ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ശരിക്കും പറഞ്ഞ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതറിയാലോ, ഇത് രേഷ്മ, ഇത് ജിജിയാണ്. അപ്പൊ ജിജിയാണ് ഇത് മുമ്പിലൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ആ സർപ്രൈസ് എന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ആ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജിജിനെയൊക്കെ എപ്പോഴേലും കാണുമ്പോൾ നിങ്ങൾ അതിനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം. അപ്പൊ നമുക്ക് നേരെ അതിന്റെ വീഡിയോയിലേക്ക് പോകാം. റെഡി 1 2 3 4. ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ? ശ്രീദേവി ചേച്ചിക്ക് അല്ലായിരുന്നു ഭ്രാന്ത്, പിന്നെ ഹായ് ഹായ്, എങ്ങനെയുണ്ട്? എപ്പോഴും നിങ്ങൾ എന്നെ അവിടെ വെച്ച് തന്നെ കണ്ടിട്ടുള്ളൂ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ, നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് 3 ദിവസമായി. ഇന്നാണ് ഇവരുടെ ലാസ്റ്റ്. ഞാൻ എപ്പോഴും വന്നപ്പോഴും ആ 3 ദിവസത്തിനുള്ളിൽ ഞാൻ എപ്പോഴും ഇവരെ എടുത്ത് കാണുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, നല്ല രസമുണ്ട് കേട്ടോ ഇവരുടെ ഇത്. നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ്? അട്ടക്കുളങ്ങരയാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ നല്ല എന്താ പറയുന്ന ഒരു ഫ്രണ്ട്ലി ആണ് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. ഇതൊക്കെ ഇവരെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പഞ്ചവർണ്ണ തത്തയും. ഇതിന്റെ പേരെന്താണ്? പിന്നെ ഇതിന്റെ പേരെന്താണ്? ഇക്വാൻ. ഇവരൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട് ഇവിടെ, ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവർക്ക്. എന്താ പറയാ, നല്ല രസമുണ്ട് ഇന്ന് കാണാൻ വേണ്ടി കേട്ടോ. ഇത് ഞാൻ എന്താ പറയുന്ന യൂട്യൂബിൽ നമ്മളെ എന്താ ഒരു ഡിസ്കവറി ചാനലൊക്കെ ഇവരെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ തൊട്ടടുത്ത് എന്റെ കൈക്കുള്ളിൽ ഇവർ നിൽക്കുന്നുണ്ടല്ലോ, എന്താ പറയുക, സത്യം പറഞ്ഞാൽ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ എന്താ പറയുന്ന ഒരു ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവരെല്ലാരും നല്ല രസമുണ്ട് കേട്ടോ. ഈ അവസരത്തിൽ ജിജിക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? നല്ല രസമുണ്ട് കേട്ടോ. ഫസ്റ്റ് നല്ല പേടി തോന്നി, പക്ഷെ ഇപ്പൊ എന്തായാലും പേടിയൊന്നുമില്ല. ഇല്ലല്ലോ, പ്ലീസ്, പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ട്. പരിചയപ്പെടുത്തട്ടെ, കൂടി ജിജിയുടെ ഹസ്ബൻഡും കൂടി ഈ അവസരത്തിൽ അടുത്തുണ്ട്. ഹസ്ബൻഡിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോ ഇതാണ് ജിജിയുടെ ഹസ്ബൻഡ്. അപ്പൊ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഭാര്യ കഴുത്തിൽ പാമ്പുമായിട്ട് നിൽക്കുമോ? എന്തെങ്കിലും എന്റെ വാക്ക് എന്താ പറയുന്നത്? ഓക്കെ, അപ്പൊ ഇതാണ് ജിജിയുടെ ഫാമിലി. ഇവരിപ്പോ ഇവിടെ എവിടെ നിന്നാണ് എക്സിബിഷന് നിർത്തിക്കുന്നതെന്ന് വെച്ചാൽ മാൻ കൊക്കറ്റേൽ എന്ന് പറയുന്ന അട്ടക്കുളങ്ങര നമ്മളെ രാമചന്ദ്രയുടെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. അപ്പൊ അവരിൽ ഒത്തിരി വെറൈറ്റികൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളതാട്ടോ, ആർക്കും പേടിയൊന്നും തോന്നത്തില്ല. കാരണം ഒരു കുഞ്ഞു കുട്ടി പോലും അതിങ്ങനെ കയ്യിൽ വെച്ചേക്കുന്ന കണ്ടപ്പോ ഇത്രയും വലുതായി എനിക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നൊരു എനിക്ക് തോന്നിയിട്ടാണ് ശരിക്കും ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ അത് എടുത്തത്. എക്സ്പീരിയൻസ് നല്ല പേടിച്ചു, അല്ല എങ്കിലും പേടിച്ചെങ്കിലും അതിനെടുത്തപ്പോ അതൊന്നും ചെയ്തില്ല. പാവം പോലെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് എനിക്ക് എത്ര ഇണങ്ങിയാലും ഇല്ലെങ്കിലും ഫോണൊക്കെ ഞാനും ഓടി. ഏട്ടൻ പിന്നെ പരിസരത്തില്ലായിരുന്നു. ഫോണൊക്കെ എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. ശരിക്കും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരിക്കും എനിക്കത് കാണുന്നതുകൊണ്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രേഷ്മയ്ക്ക് ഇനി എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒരു പേടി എവിടേക്ക് എനിക്ക് പിന്നെ മൊത്തത്തിൽ പേടിയായത് കാരണം എനിക്ക് അതിനൊന്നും പറ്റില്ല. പിന്നെ ശരിക്കും മാൻസ് കോക്ടെയിൽ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര നല്ലൊരു ശരിക്കും അവരുടെ ആ ഒരു സംഭവം ഉറപ്പായിട്ട് ഒരു ദിവസം വിസിറ്റ് ചെയ്യേണ്ടതാണ്. അത്രയും ശരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്നത് അവർക്കായിരുന്നു തോന്നുന്നു. അത്രയധികം ആൾക്കാരായിരുന്നു വന്ന് ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് പോയത്. എന്തായാലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. അപ്പൊ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.